ബിന്ദു കൃഷ്ണ മഹിളാ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസ് മുകേഷിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ CPM-ന്റെ തീരുമാനം MLA സ്ഥാനത്ത് നിന്ന് മുകേഷിന്റെ രാജി വാങ്ങേണ്ടതില്ല, മുകേഷ് തുടരട്ടെ എന്നുള്ളതാണ്. രാഷ്ട്രീയ ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രീതിയിലാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന ഈ തീരുമാനം. വേട്ടക്കാരോടൊപ്പമാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി എന്ന് M മുകേഷിനെതിരായ ആരോപണത്തിൽ മാത്രമല്ല PK ശശി, P ശശി അടക്കമുള്ള അതുപോലെ നിരവധിയായ CPM നേതാക്കന്മാർക്ക്. ബിന്ദു കൃഷ്ണ, ഇതുപോലെയുള്ള ആരോപണങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇങ്ങനെയല്ലേ? കോൺഗ്രസിന്റെ 2 MLA-മാർക്കെതിരെ, M വിൻസെന്റിനെതിരെ, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ബലാത്സംഗ കുറ്റം വന്നപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത തൊട്ടു തീണ്ടാത്ത ഇതേ നിലപാടല്ലേ നിങ്ങളുടെ പാർട്ടി എടുത്തിട്ടുള്ളത്? ഒരിക്കലും അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടി ആ സമയത്ത് അവരുടെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അവരെ സംരക്ഷിക്കുവാൻ എന്തായാലും CPM-ന്റെയും പിണറായി വിജയനെ പോലീസ് ഇറങ്ങി സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ തരമില്ല. അവരെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ കുറ്റവിചാരണ നേരിട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതല്ല മുകേഷിന്റെ സ്ഥിതി. മുകേഷിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മുകേഷിന് എന്ത് കുറ്റം ചെയ്താലും അത് സാധാരണ കുറ്റമാണോ? ഈ പറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ ഉണ്ടായ ആരോപണ വിധേയരായ ജനപ്രതിനിധികളെ പോലെയല്ല. ഒരു ഹാബിച്വൽ ഒഫൻഡറുടെ സ്വഭാവത്തിലാണ് മുകേഷിനെതിരെ നിരന്തരമായി ഉയർന്നു വരുന്ന സ്ത്രീപീഡന ആരോപണങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളും ഇതും കൂടി താരതമ്യം ചെയ്യുന്നത് തന്നെ അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമാണ്. എന്തായാലും കേരളം ഭരിക്കുന്ന CPM സ്ത്രീപക്ഷം എന്ന് പറഞ്ഞ് ഖജനാവിലെ കോടികളൊക്കെ എടുത്ത് അവർക്ക് ദൂർത്തടിച്ച് കളയുകയും വനിതാ മതിൽ കെട്ടുകയൊക്കെ ചെയ്തിട്ട് എവിടെയൊക്കെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ വേട്ടക്കാരന് സർവ്വ സംരക്ഷണവും കൊടുത്ത് വാളയാർ പീഡന കേസിലായാലും വടക്കാഞ്ചേരി പീഡന കേസിലായാലും വണ്ടിപ്പെരിയാർ കോൺഗ്രസിന്റെ ആരോപണം CPM സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികത.